റൂൾസ് ഫോർ റൈറ്റിംഗ് യൂണിറ്റ്സ്. എങ്ങനെയൊക്കെ നമുക്ക് യൂണിറ്റ് കൃത്യമായിട്ട് എഴുതാം? അപ്പോൾ നമ്മൾ യൂണിറ്റ് എഴുതുമ്പോൾ നമ്മൾ കൃത്യമായ ഒരു നിയമം ഫോളോ ചെയ്യണം. അതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ഡെൻസിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള ആ വസ്തുവിന്റെ അളവ്, ഭാരത്തിനെയാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഡെൻസിറ്റിയുടെ ഫോമിൽ എപ്പോഴും മാസ് ബൈ വോളിയം എന്നാണ്. നമുക്ക് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എഴുതാം. മാസ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം ആണ്. വോളിയം എന്ന് പറഞ്ഞാൽ യൂണിറ്റ്, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. വോളിയം എന്ന് പറഞ്ഞാൽ നമ്മൾ മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ എന്നാണ് കണ്ടത്. അതിനെ നമ്മൾ മീറ്റർ ക്യൂബ് എന്ന് വേണം എഴുതാം. 3 പ്രാവശ്യം ഉള്ളത് കൊണ്ടാണ് മീറ്റർ റേസ് ടു 3 അല്ലെങ്കിൽ മീറ്റർ ക്യൂബ് എന്നാണ് ഇതിനെ വായിക്കുക. അപ്പം ഇതിൽ എഴുതിയിരിക്കുന്നതിൽ എങ്ങനെ ഇതിനെ തിരുത്തി എഴുതാം, ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നുണ്ടോ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇവിടുത്തെ പ്രശ്നം എന്താ? എല്ലാം ക്യാപിറ്റൽ ലെറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരിക്കലും യൂണിറ്റ്സ് എന്ത് ചെയ്യാൻ പാടില്ല, യൂണിറ്റിന്റെ സിമ്പൽ എഴുതുന്ന സമയത്ത് ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാൻ പാടില്ല. ഇതിനെ നമുക്ക് എങ്ങനെ തിരുത്താം? 1000 kg സ്മോൾ ലെറ്റർ വേണം കൊടുക്കാൻ, പെർ മീറ്റർ ക്യൂബ് എല്ലാം സ്മോൾ ലെറ്ററിൽ വേണം എഴുതാൻ. ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ 1.5 കിലോഗ്രാം എന്നാണ് പറയുന്നത്, kg എന്നാണ് പറയുന്നത്. അതും ക്യാപിറ്റൽ ആണ്. അപ്പൊ എനിക്ക് എഴുതാം 1.5 സ്മോൾ ലെറ്റർ kg എന്ന് വേണം എഴുതാം. അപ്പം യൂണിറ്റുകൾ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഒന്നും ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കരുത്. ഇനി ഇവിടെ നോക്കാം, കിലോഗ്രാമിന് പകരം കിലോഗ്രാംസ് എന്ന് എഴുതിയിരിക്കുകയാണ്, kgs. കിലോഗ്രാംസ് എന്ന് പറഞ്ഞാലും നമ്മൾ kg എന്ന് എഴുതാൻ പാടുള്ളൂ. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കിലോഗ്രാമിന്റെ കൂടെ ഒരു എസ്സും കൂടെ ഇട്ട് കിലോഗ്രാംസ് എന്ന് വായിക്കാൻ പാടില്ല. അപ്പൊ ഇവിടെയും തിരുത്തുമ്പോൾ ആ എസ്സിന്റെ ആവശ്യം അവിടെ ഇല്ല. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നാണ്. ഇവിടെ 1.5 കിലോഗ്രാം എന്ന് മാത്രം എഴുതിയാൽ മതിയോ. ഇവിടുത്തെ ഒരു പ്രശ്നം നോക്കി, നമ്മൾ പറഞ്ഞൊക്കെ കറക്റ്റ് ആണ്, എല്ലാം സ്മോൾ ലെറ്റർ ആണ്, എല്ലാം ഓക്കെ ആണ്. പക്ഷെ ഈ ക്വാണ്ടിറ്റിക്കും ഈ യൂണിറ്റിനും ഇടയിൽ സ്പേസ് ഇല്ല, ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. ഒരിക്കലും അങ്ങനെ എഴുതരുത്. ഞാൻ എഴുതുന്ന ക്വാണ്ടിറ്റി കഴിഞ്ഞ് കുറച്ച് സ്പേസ് ഇട്ട ശേഷം മാത്രമേ യൂണിറ്റ് എഴുതാൻ പാടുള്ളൂ. ഇവിടെ നോക്കി 1.5 കിലോഗ്രാം എന്ന് എഴുതുമ്പം അവിടെ കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം എന്ത് ചെയ്യാൻ, അവിടെ യൂണിറ്റ് എഴുതാൻ. പിന്നെ സ്മോൾ ലെറ്റർ വരയ്ക്കണം. ഇവിടുത്തെ പ്രശ്നം എന്താ? കിലോഗ്രാം പെർ എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ മീറ്റർ ക്യൂബ് എന്നാണ്. ഇവിടെ മീറ്റർ ക്യൂബിന് പകരം മീറ്റർ 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 എന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. അങ്ങനെ എഴുതരുത് ഒരിക്കലും. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആൾക്കാർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒന്നിൽ കാണിച്ചാൽ മതിയാകും. സെന്റിമീറ്റർ ക്യൂബ്, മീറ്റർ ക്യൂബ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ എന്താ ചെയ്യണ്ടേ? 1000 കിലോഗ്രാം പെർ. ഒരു പ്രാവശ്യം പെർ കാണിച്ചാൽ മതി. പെർ എന്ന് പറഞ്ഞാൽ ബൈ എന്നാണ് അർത്ഥം. ബൈ എത്ര പേരുണ്ടോ അതിനെ ഇങ്ങനെ എഴുതുക. 3 പേരുണ്ടെങ്കിൽ 3, 4 പേരുണ്ടെങ്കിൽ 4, 2 പേരുള്ളെങ്കിൽ 2, അങ്ങനെ നമുക്ക് എഴുതാം. അതായി 1000 കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ. ഇവിടെ സിമ്പൽ ആണ്, പക്ഷെ ഇവിടെ അതിന്റെ പേരാണ്. ഒരിക്കലും സിമ്പലും പേരും കൂടെ ഒരിക്കലും എന്ത് ചെയ്യരുത്, മിക്സ് ചെയ്യരുത്. കിലോഗ്രാം ഞാൻ സിമ്പിൾ ആയിട്ടാണ് എഴുതുന്നതെങ്കിൽ മീറ്ററും നിങ്ങൾ എന്തായിട്ട് വേണം എഴുതാൻ, സിമ്പിൾ ആയിട്ട് വേണം എഴുതാൻ. അല്ലാതെ കിലോഗ്രാമും അല്ലെങ്കിൽ യൂണിറ്റും സിമ്പലും, ദാറ്റ് ഈസ് യൂണിറ്റിന്റെ പേരും സിമ്പലും കൂടെ നിങ്ങൾ എന്ത് ചെയ്യരുത്, മിക്സ് ചെയ്യരുത്. അപ്പൊ ഇവിടെ നമുക്ക് മാറ്റി എഴുതുമ്പോൾ 1000, ഇവിടെ ഞാൻ കിലോഗ്രാം ആണ് എഴുതുന്നതെങ്കിൽ ഇവിടെയും കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് വരും. അല്ലെ പിന്നെ നിങ്ങൾ kg മാറ്റി കിലോഗ്രാം എന്ന് മൊത്തത്തിലാക്കണം. കണ്ടോ, ഇവിടെ കണ്ടോ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇവിടെ മീറ്റർ ക്യൂബ് സിമ്പൽ ആണ്, പക്ഷെ ഇതെന്താണ്, ആ സിമ്പലിന്റെ പേരാണ്, പേരിലാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ എഴുതരുത്. അതിന് പകരം ഇവിടെ നിങ്ങൾക്ക് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് എഴുതാം. ഇവിടെ കണ്ടോ 1.5 കിലോയ്ക്ക് 2 ഡിഫറെന്റ് ആയിട്ട് കാണിച്ചിരിക്കുകയാണ്. അപ്പൊ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഒരുമിച്ച് 2 ഡിഫറെന്റ് യൂണിറ്റ്സിൽ കാണിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടെ ഒരു സിംഗിൾ യൂണിറ്റിൽ കാണിച്ചാൽ മതിയാകും. 1 കിലോഗ്രാമോ 500 ഗ്രാം ഒന്നും പറയേണ്ട ആവശ്യമില്ല. 1.5 കിലോഗ്രാം എന്ന് നമുക്ക് യൂണിഫൈ ചെയ്ത് എഴുതാം. 273 കെൽവിൻ. ഈ കെൽവിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ ഒരു പേരാണ്. പക്ഷെ ഈ പേരുകൾ എഴുതുമ്പം നിങ്ങൾ യൂണിറ്റിന്റെ നെയിം ആണ് എഴുതുന്നതെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഇവിടെ കണ്ട ക്യൂബിക് മീറ്റർ എന്ന് എഴുതി, അല്ലെങ്കിൽ കിലോഗ്രാം എന്ന് എഴുതി, അതെല്ലാം സ്മോൾ കേസ് ലെറ്ററുകൾ എഴുതാൻ പാടുള്ളൂ. ഒരിക്കലും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ഉപയോഗിക്കാൻ പാടില്ല. ഫസ്റ്റ് ലെറ്റർ എന്ത് ചെയ്യാൻ പാടില്ല, ക്യാപിറ്റൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ ഇതും ക്യാപിറ്റൽ ആണ്. അപ്പം 273 കെൽവിന് നിങ്ങൾ എഴുതുമ്പോൾ 273 സ്മോൾ ലെറ്റർ കെ വേണം അവിടെ കൊടുക്കാൻ. ഇനി 250 മീറ്റർ എന്ന് എഴുതുമ്പം എഴുതുന്ന സമയത്ത് നിങ്ങൾ 250 മീറ്ററിന് നിങ്ങൾ സ്മോൾ ലെറ്റർ വേണം കൊടുക്കാൻ. 250 മീറ്റർ എന്ന് വേണം എഴുതാൻ. ഇനി ചില യൂണിറ്റുകൾക്ക് സയന്റിസ്റ്റുകളുടെ പേരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ സിമ്പൽ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഇപ്പൊ ഒരു ആളുടെ പേരാണ് യൂണിറ്റ് ആയിട്ട് വരുന്നതെങ്കിൽ ന്യൂട്ടൺ ആണ് ഫോഴ്സിന്റെ യൂണിറ്റ്.
അപ്പം n ആണ് അല്ലെങ്കിൽ സ്മോൾ ലെറ്ററിൽ ഏത് ആണ് നമ്മൾ യൂണിറ്റ് ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരാണ് നമ്മൾ യൂണിറ്റ് ആയിട്ട് എഴുതുന്നതെങ്കിൽ സിമ്പിൾ എഴുതുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ വേണം കൊടുക്കാൻ. അതാണ് കറക്റ്റ്. ഇപ്പൊ നമ്മൾ കണ്ടു കെൽവിൻ എന്ന് കണ്ടു. മൊത്തത്തിൽ എഴുതുമ്പോൾ സ്മോൾ ലെറ്ററിൽ വേണം കൊടുക്കാൻ, പക്ഷെ സിമ്പിൾ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ കെ എന്ന് വേണം കൊടുക്കാൻ. ഇനി ആംബിയർ എന്ന് കണ്ടു. നമ്മൾ മൊത്തത്തിൽ എഴുതുമ്പോൾ സ്മോൾ ലെറ്റർ വേണം കൊടുക്കാൻ, പക്ഷെ സിമ്പിൾ എഴുതുമ്പോൾ ക്യാപിറ്റൽ വേണം കൊടുക്കാൻ. അതേപോലെയാണ് ന്യൂട്ടണിന്റെ സിമ്പിൾ എഴുതുമ്പോൾ ക്യാപിറ്റൽ എന്ന് കൊടുക്കണം. ഇവിടെ 2 സെന്റൻസ് ഉണ്ടെന്ന് വായിച്ചു നോക്കിയേ. 60 സെന്റിമീറ്റർ ഈസ് ദ ലെങ്ത് എന്നും പറയുന്നുണ്ട്, 60 സെന്റിമീറ്റർ ഡോട്ട് ഈസ് ദ ലെങ്ത് എന്നും പറയുന്നുണ്ട്. ഈ ഒരു യൂണിറ്റ് ഒരു സെന്റൻസിന് കൂടെ എഴുതുന്ന സമയത്ത് നമുക്ക് സ്പേസിന്റെ ആവശ്യമേ ഉള്ളൂ. അതല്ലാണ്ട് ഒരു യൂണിറ്റ് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡോട്ടിന്റെ ആവശ്യം അവിടെ ഇല്ല. സോ ഇത് കറക്റ്റ് ആണ്, ഇത് തെറ്റാണ്. ഒരു സെന്റൻസിൽ നമ്മൾ യൂണിറ്റ് എഴുതുന്ന സമയത്ത് അവിടെ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല? ഈ പറഞ്ഞൊരു ഡോട്ടിന്റെ ഫുൾ സ്റ്റോപ്പിന്റെ ഒന്നും ആവശ്യമില്ല. ഇനി 2 യൂണിറ്റുകൾ മിക്സ് ആയി വന്നു കഴിഞ്ഞാൽ ആ യൂണിറ്റുകളുടെ ഇടയിൽ ഒരു സ്പേസോ ഡോട്ടോ ഇടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ അല്ലെങ്കിൽ നോക്കിയൊക്കെ വായിക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ 2 യൂണിറ്റുകൾ ഡിഫറൻ്റ് ആയിട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ഇടയിൽ ഒരു സ്പേസോ ഒരു ഡോട്ടോ കൊടുക്കണം. ഇത്രയുമാണ് യൂണിറ്റ് എഴുതേണ്ട നിയമങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ.